കഴിഞ്ഞതിൽ ടൂൾ ഇൻസേർട്ട് ഫിഗർ ഉണ്ടല്ലായിരുന്നു നമ്മുടെ ഇതൊക്കെ ഒരു വീഡിയോ കണ്ടില്ലായിരുന്നു ടൂൾ ഇൻസേർട്ടിന്റെ ഉണ്ടല്ലോ അല്ലെ? നോക്കുന്നത് ടൂൾ ഇൻസേർട്ട് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഇതാണ്. ടൂൾ ഇൻസേർട്ട് വെച്ചിട്ടായിരുന്നു അവിടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോസിബിൾ. അപ്പൊ ഇത് വെച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ CNMG 120408 എന്ന് പറഞ്ഞ സാധനം. അത് ഒന്നാമത്തെ സാധനത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻസേർട്ടിന്റെ ഷേപ്പ് ആയിരുന്നു. രണ്ടാമത്തേനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ക്ലിയറൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന റിലീഫ് ആംഗിൾ ആയിരുന്നു. മൂന്നാമത്തെ ടോളറൻസ് അല്ലെ തേർഡ് ഫോർ ടോളറൻസ് എന്ന് പറഞ്ഞ സാധനം. നാലാമത്തെ പറഞ്ഞ ജോമെട്രിക്കൽ ആയിട്ടുള്ള അല്ലെ ഇതിന്റെ ജോമെട്രിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച്. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സൈസ് അല്ലെ ഇദ്ദേഹത്തിന്റെ കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അടുത്തത്. ഇനി അതിനുശേഷം അടുത്ത് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ തിക്നെസ് ആയിരുന്നു. ലാസ്റ്റ് പറഞ്ഞ നോസ് റേഡിയസ് ഇതായിരുന്നു റെപ്രസെന്റേഷൻ. അപ്പൊ അങ്ങനെയുള്ള 7 ആയിരുന്നു. 8, 9 എന്ന് പറഞ്ഞ സാധനം ഓപ്ഷനിലായിരുന്നു. എട്ടാമത്തെ സാധനം എന്ന് അറിയപ്പെടുന്നത് കട്ടിങ്ങിന്റെ എന്തായിരുന്നു എഡ്ജിന്റെ കണ്ടീഷൻ അല്ലെ എന്ത് ഷേപ്പിലാണ് കട്ടിങ് എഡ്ജ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഷാർപ്പാണോ ഹോൺ ആണോ അല്ലെങ്കിൽ ഷാംഫർ ചെയ്തിരിക്കുകയാണോ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചിരിക്കുന്നതാണോ. അപ്പൊ അങ്ങനെയാണോ. ഇനി ലാസ്റ്റത്തെ സംഭവം എന്ന് പറഞ്ഞാൽ കട്ടിങ്ങിന്റെ ഡയറക്ഷൻ എങ്ങനെയാണോ, ഏത് ഡയറക്ഷനിലാണ് കട്ട് ചെയ്യുന്നത്, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ന്യൂട്രലാണോ എന്ന് ഉദ്ദേശിക്കുന്നതായിരിക്കും അവസാനത്തെ പറഞ്ഞത്. അപ്പൊ ഇത് ഇത്രയാണ് നമ്മുടെ എന്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് ടൂൾ ഇൻസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇനി ഇൻസേർട്ടിന്റെ നോമൻക്ലേച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. രണ്ടും ഒന്ന് തന്നെ അല്ലെ. നോമൻക്ലേച്ചർ എന്ന് പറയാം അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. സ്പെസിഫൈ ചെയ്യുക നോമൻക്ലേച്ചറിനെ കാട്ടി ടൂൾ നോമൻക്ലേച്ചർ വേറെ ഉണ്ട്. ഇത് ആക്ച്വലി ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെ, സ്പെസിഫൈ ചെയ്യുന്നത് കടയിൽ ചെന്ന് മേടിക്കുന്ന സമയത്ത് ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്ന സാധനമായിരിക്കും ഈ ടൂൾ ഇൻസേർട്ടിനെ നമ്മൾ പിടിപ്പിക്കാനായിരിക്കും എന്ത് പറയുന്നത് ടൂൾ ഹോൾഡറുകൾ ഉപയോഗിക്കുന്നത്. നോക്കാം. an ISO designation system for tool holder also to suit the various type of insert. നമ്മൾ ഇൻസേർട്ടിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റില്ല. ഇൻസേർട്ടിനെ നിങ്ങൾ നേരെ പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ടൂൾ ഹോൾഡറുകളിലായിരിക്കും. നോക്കിയാൽ ടൂളിന്റെ ഹോൾഡർ ഉണ്ട് അല്ലെ, ടൂളിന്റെ ഹോൾഡറിന്റെ അറ്റത്തായിരിക്കും എന്തിനെ കൊണ്ടുവന്ന് വെക്കുക, ടൂളിന്റെ ഹോൾഡറിന്റെ അറ്റത്തായിരിക്കും എന്തുകൊണ്ടുവന്ന് വെക്കുക, നമ്മൾ ഇരിക്കുന്ന ഇൻസേർട്ട് കൊണ്ടുവന്ന് വെക്കുക. അപ്പൊ ഇതിന് ഷാങ്ക് അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് കാര്യങ്ങളുണ്ട്. അതുപോലെ ഇത് ഷേപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അതുപോലെ കട്ടിങ് എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പൊ അവിടെ ആയിരിക്കും നിങ്ങൾ പിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മെത്തേഡിൽ ഇതിനെ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്ത് പിടിപ്പിക്കുക. ഇൻസേർട്ടിനെ ആരെ പുറത്തായിരിക്കും, ടൂൾ ഹോൾഡറിനെ പുറത്ത് ലോക്ക് ചെയ്ത് പിടിപ്പിക്കുക. നോക്കാം. ഫസ്റ്റ് 5 ക്യാരക്ടർ ഡിസ്ക്രൈബ് ഇൻസേർട്ട് ക്ലാമ്പിംഗ് മെത്തേഡ് കമ്പാറ്റബിൾ ഇൻസേർട്ട് ഷേപ്പ് നമ്മൾ പഠിക്കും കേട്ടോ. ഇൻസേർട്ട് ഹോൾഡിംഗ് സ്റ്റൈൽ അങ്ങനെയുള്ള ഓരോന്നായിരിക്കും. നമുക്ക് വേണ്ട നോക്കാം. ഓക്കെ, അപ്പം ഇതില് ആക്ച്വലി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് പറഞ്ഞത് SC ഇങ്ങനെ പറഞ്ഞത് SCLCR 25 M12 എന്നുള്ള രീതിയിലായിരിക്കും. ഇതിലെടുക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 അല്ലെ, 9 ഇതിലായിരിക്കും. 9 ലിറ്ററിലായിരിക്കും എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മളിൽ ഇരിക്കുന്ന ടൂൾ ഹോൾഡർ ഓഫ് ലെയ്ത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ടൂൾ ഹോൾഡറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് അറിയപ്പെടുന്നത് നമ്മളിൽ ഇരിക്കുന്ന ടൂൾ ഇൻസേർട്ടിനെ നമുക്ക് പിടിപ്പിക്കാനായിരിക്കും ടൂൾ ഹോൾഡറുകൾ ഉപയോഗിക്കുക. നോക്കാം. ഒന്നാമത്തെ സാധനം, ഫസ്റ്റ് സാധനം നമ്മൾ ഓൾറെഡി പഠിച്ച എന്തായിരുന്നു, നമ്മൾ ഫസ്റ്റ് സാധനം നേരത്തെ എന്താ പഠിച്ചത്, ഇൻസേർട്ടിന്റെ എന്തായിരുന്നു പഠിച്ചത്, ഇൻസേർട്ടിന്റെ ഷേപ്പ് ആയിരുന്നു പഠിച്ചെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് ഇൻസേർട്ടിനെ നിങ്ങൾ ക്ലാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെത്തേഡ്, അല്ലെങ്കിൽ ഇൻസേർട്ടിനെ നിങ്ങൾ ഇതിനകത്തോട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മെത്തേഡ്. ഇൻസേർട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇരിക്കുന്ന ഹോൾഡറിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പൊ സേ എക്സാമ്പിൾ ആയിട്ട് എസ് എന്ന് ഉദ്ദേശിക്കുന്ന സാധനമായിരിക്കും സ്ക്രൂ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സെൻട്രൽ സ്ക്രൂ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മെത്തേഡ് ആയിരിക്കും എസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. എസ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്ക്രൂയിങ് മെത്തേഡ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ടൂൾ ഹോൾഡർ. അതില് ഫസ്റ്റ് ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്ന സാധനം എന്താണെന്നത് ഇൻസേർട്ടിനെ ഹോൾഡ് ചെയ്യിപ്പിക്കുന്ന മെത്തേഡ്. എന്ത് മെത്തേഡ് വെച്ചിട്ടാണ് ഇൻസേർട്ടിനെ നമ്മളെ ഇരിക്കുന്ന ടൂൾ ഹോൾഡറിൽ ഹോൾഡ് ചെയ്യിപ്പിക്കുക. നോക്കി അത് ഓരോന്നായിട്ട് കൊടുക്കുന്നുണ്ട്. എം റെപ്രസെന്റ് ചെയ്യുന്നത്, അതിനകത്ത് എമ്മിലാണ് പറഞ്ഞെങ്കിൽ അത് ടോപ്പ് ക്ലാമ്പ് അല്ലെങ്കിൽ ലോക്ക് പിൻ വയാ ദ ബോർ അല്ലെ, ആ ബോറിനകത്തോട്ട് നമ്മൾ പിൻ വെച്ചിട്ടാണ് ഇതാക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലോക്ക് പിൻ വയാ ബോർ ഓൺലി, ബോറിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് പിന്ന് മാത്രം വെച്ചിട്ടാണെങ്കിൽ പി വെച്ച് റെപ്രസെന്റ് ചെയ്യും. സി വെച്ചിട്ടാണെങ്കിൽ ക്ലാമ്പ് മാത്രം വരികയാണെങ്കിൽ സി വെച്ചിട്ടാണ്. ഇനി സെൻട്രൽ സ്ക്രൂ ലോക്ക് ആണ് വരുന്നെങ്കിൽ എസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എക്സ് ആണ് വരുന്നെങ്കിൽ അതർ മെത്തേഡ്സ് കേട്ടോ. നമുക്ക് അതൊന്നും പഠിക്കേണ്ട. ഒന്നാമത്തെ ലെറ്റർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു മാത്രം പഠിച്ചു വെച്ചിരിക്കുക. അത് നമ്മുടെ ഇരിക്കുന്ന ഇൻസേർട്ട് ആണെങ്കിൽ ഇൻസേർട്ടിനെ എന്തിലോട്ട് ഒഴിക്കണം, ടൂൾ ഹോൾഡറിലോട്ട് പിടിപ്പിക്കുന്ന മെത്തേഡ്. അപ്പൊ ഏതൊക്കെ മെത്തേഡ് ആണെന്ന് നോക്കി വെക്കുക. പിൻ ഉപയോഗിക്കും, ക്ലാമ്പ് ഉപയോഗിക്കും, സ്ക്രൂ ഉപയോഗിക്കും. അത് മാത്രം ഓർമ്മിച്ചാൽ ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അതിനുശേഷം രണ്ടാമത് നേരത്തെ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചതെന്ന് അറിയപ്പെടുന്നത് ഏത് ഇൻസേർട്ട് ആണോ, ഏത് ഷേപ്പ് ഓഫ് ഇൻസേർട്ട് ആണോ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അതാണ് അടുത്ത രണ്ടാമത്തെ സാധനം.
രണ്ടാമത്തെ സാധനം നോക്കി ഇൻസേർട്ടിന്റെ ഷേപ്പ്, ഏത് ഇൻസേർട്ടിന്റെ ഷേപ്പ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, എ റെപ്രസെന്റ് ചെയ്യുന്നത് ബി റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും, പാരലോഗ്രാം. എയും ബിയും കെയും റെപ്രസെന്റ് ചെയ്യുന്ന പാരലോഗ്രാം എന്ന് ഓൾറെഡി കണ്ടു. അതുപോലെ സി ഡി ഇ എഫ് എം വി ഇതെല്ലാം വരുന്നത് എന്തായിരുന്നു, ഡയമണ്ട് ഷേപ്പ് ആയിരുന്നു, ഓൾറെഡി കണ്ടായിരുന്നു. അതുപോലെ എം എല്ലാം ഡയമണ്ട് ആയിരുന്നു കണ്ടു. എൽ ബി ദ റെക്ടാംഗിൾ, ഒ ഒക്ടഗണൽ, പി പെന്റഗണൽ, ആർ റൗണ്ട്. ഇനി ഈ ട്രയാംഗിൾ വിയും അതുപോലെ തന്നെ ഡബ്ല്യു അല്ലെ, ഈ ഡബ്ല്യു റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിരുന്നു, ഡബ്ല്യു വന്നിട്ട് ട്രൈഗണൽ റെപ്രസെന്റ് ചെയ്യുന്നു. എമ്മും ബിയും അല്ലെ, വി റെപ്രസെന്റ് ചെയ്യുന്നത് ഡയമണ്ട് ഷേപ്പ് ആയിരുന്നു, അതല്ലായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതേ സാധനം തന്നെ ഇതിനകത്തോട്ട് വരുന്നുണ്ട്, ഇൻസേർട്ടിന്റെ ഷേപ്പ്. ഒന്നാമത് പറഞ്ഞെന്നറിയപ്പെടുന്നത് ക്ലാമ്പ് ചെയ്യിപ്പിക്കുന്ന മെത്തേഡ് അല്ലെ, ഇൻസേർട്ടിനെ നിങ്ങൾ ഇൻസേർട്ടിന്റെ ഹോൾഡറിൽ ക്ലാമ്പ് ചെയ്യിപ്പിക്കുന്ന മെത്തേഡ്. രണ്ടാമത് പറയുന്നത് ഇൻസേർട്ടിന്റെ ഷേപ്പ് അല്ലെ, ഏത് ഷേപ്പിലാണോ ഇൻസേർട്ട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതാണ് രണ്ടാമത്തേൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നോക്കാം മൂന്നാമത്തെ സാധനം പറയുന്നത് നമ്മുടെ ഹോൾഡർ ഉണ്ടല്ലോ, ആ ഹോൾഡർ ഏത് സ്റ്റൈലിലാണ് ഇരിക്കുന്നത് കേട്ടോ, ഹോൾഡറിന്റെ സ്റ്റൈൽ കേട്ടോ, ദ സ്റ്റൈൽ ഓഫ് ടൂൾ ഹോൾഡർ ബോഡി. ഇപ്പം ടൂൾ ഹോൾഡറിന്റെ ബോഡിയെ ചിലപ്പം എന്ത് ചെയ്യാം, നമ്മളിലിരിക്കുന്ന കട്ടിംഗ് എഡ്ജ് വരുന്ന രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു കട്ടിംഗ് എഡ്ജ്, ഒരു 5 ഡിഗ്രി കട്ടിംഗ് എഡ്ജ് അല്ലെങ്കിൽ -5 ഡിഗ്രി കട്ടിംഗ് എഡ്ജ് വരുന്ന രീതിയിൽ നമുക്ക് ഈ ടൂൾ ഹോൾഡറിനെ തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 0 ഡിഗ്രി കട്ടിംഗ് ഷാങ്ക് വരുന്നത്, അതുപോലെ ബി റെപ്രസെന്റ് ചെയ്യുന്ന 15 ഡിഗ്രി കട്ടിംഗ്, അതുപോലെ തന്നെ സ്ട്രേറ്റ് ഷാങ്ക് വരുന്നുണ്ട്, 0 ഡിഗ്രി എൻഡ് കട്ടിംഗ് സ്ട്രേറ്റ് ഷാങ്ക്, അങ്ങനെയുള്ള ഓരോ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഓഫ്സെറ്റ് ഷാങ്ക് വരുന്നത്. അപ്പം ഷാങ്കിന്റെ ഷേപ്പ്, അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് ടൂൾ ഹോൾഡർ ഏത് സ്റ്റൈലിലാണ് വെക്കുന്നത്, ടൂൾ ഹോൾഡറിനെ എങ്ങനത്തെ സ്റ്റൈലാണ് വെക്കുന്നത്, ഒരു പർട്ടിക്കുലർ ആംഗിൾ വരുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇതിന്റെ കട്ടിംഗ് എഡ്ജ് വരുന്ന ഒരു പർട്ടിക്കുലർ രീതിയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ വെക്കുന്നതായിരിക്കും ഈ മൂന്നാമത്തെ റെപ്രസെന്റേഷൻ. ഒന്നുകൂടെ പറയാം, ഒന്നാമത്തെ സംഭവം പറയുന്നത് നമ്മുടെ ഇരിക്കുന്ന ടൂൾ ഹോൾഡർ ഉണ്ടെങ്കിൽ ആ ടൂൾ ഹോൾഡറിനകത്ത് നമ്മുടെ ഇരിക്കുന്ന ആ ടൂൾ ഇൻസേർട്ട് ക്ലാമ്പ് ചെയ്യിപ്പിക്കുന്ന മെത്തേഡ്. ഇനി ഏതാണോ നിങ്ങൾ ഇൻസേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതായിരിക്കും ഇൻസേർട്ടിന്റെ ഷേപ്പ് ആയിരിക്കും രണ്ടാമത് റെപ്രസെന്റ് ചെയ്യുന്നത്. മൂന്നാമത് പറയുന്നത് ഈ ടൂൾ ഹോൾഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ഇനി അടുത്തത് വീണ്ടും കണ്ടിന്യൂഷൻ എന്നറിയപ്പെടുന്നത് നാലാമത്തെ അല്ലെ, ഫോർത്ത് ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്ന സാധനം ഇൻസേർട്ടിന്റെ റിലീഫ് അല്ലെങ്കിൽ ക്ലിയറൻസ്. നമ്മൾ നേരത്തെ റിലീഫ് ആംഗിളുകൾ പറഞ്ഞ പോലെ ഇവിടെയും അതേ സാധനം തന്നെയാണ് വരുന്നത്, എ ബി സി ഡി ഇ എഫ് എന്നുള്ള രീതിയിൽ നേരത്തെ ഒരു ആംഗിളുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ റെപ്രസെന്റ് ചെയ്യുന്ന 0 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതും സെയിം സാധനം തന്നെ ഇവിടെ അഗെയിൻ ആവർത്തിച്ചു വന്നു, നമ്മുടെ ഇൻസേർട്ടിന്റെ ക്ലിയറൻസ് അല്ലെങ്കിൽ റിലീഫ് ആംഗിൾ. നമ്മൾ ഇൻസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നോമൻക്ലേച്ചറിൽ രണ്ടാമത് വന്ന സാധനമായിരിക്കും ഇവിടെ നാലാമത് വന്നതെന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ. ഇനി അതുപോലെ ഇവിടെ അഞ്ചാമത്തെ സാധനം വരുന്നത് ഹാൻഡ് അല്ലേ, ഇങ്ങനത്തെ ഇതാണ് കട്ടിങ്ങിന്റെ ഡയറക്ഷൻ അല്ലെ, കട്ടിങ്ങിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഹാൻഡ് ഓഫ് ദാറ്റ് ഇതെന്നോ കട്ടിങ് എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിന്റെ കട്ടിങ്ങിന്റെ ഡയറക്ഷൻ അല്ലെ, കട്ടിങ്ങിന്റെ ഡയറക്ഷൻ ആയിരിക്കും ഒന്നെങ്കിൽ റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ ന്യൂട്രൽ ആണോ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും RLN. നോക്കിയേ, ക്യാരക്ടർ നമ്മൾ ഇതാക്കുന്നത് ഹാൻഡിനെയാണ്, ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ ന്യൂട്രൽ ആണോ, അത് മൂന്നും ആയിരിക്കും നമ്മുടെ അഞ്ചാമത്തെ ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? 1 2 3 4 5 അഞ്ചെണ്ണം, ആദ്യത്തെ അഞ്ചെണ്ണം. പിന്നെ ഇപ്പൊ 4 കൂടെ ഉള്ളൂ, സിമ്പിൾ ആണ്, 4 കൂടെ ഉള്ളൂ. നമ്മളിപ്പം എവിടം വരെ വന്നു, നമ്മളിൽ ക്ലിയറൻസ് ആംഗിൾ ആയി, കട്ടിങ്ങിന്റെ എഡ്ജിന്റെ ഡയറക്ഷൻ വരെ പറഞ്ഞു. ഇനി അതിനുശേഷം അടുത്ത നമ്മൾ പറയുന്ന സാധനമായിരിക്കും നമ്മളിൽ ആറാമത്തെ സാധനം. ആറാമത്തെ സാധനം കൊടുത്തിരിക്കുന്ന സാധനം 25 25 റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പേരായിരിക്കും ഷാങ്കിന്റെ ഹൈറ്റ്. അതായത് ഷാങ്ക് ഉണ്ടെങ്കിൽ ആ ഷാങ്കിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ഒരു ഹൈറ്റ് മെഷർ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഷാങ്കിന്റെ ഹൈറ്റ്. ഇനി അഗെയിൻ അടുത്ത ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ ഷാങ്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വിഡ്ത്ത് ആയിരിക്കും എത്രാമത്തെ കൊടുക്കുന്നത്, നമ്മുടെ എട്ടാമത്തെ ലെറ്റർ ഷാങ്ക് 6ഉം 7ഉം അല്ലെ, ഇത് 6 ആണെങ്കിൽ അടുത്ത 7ാമത്തെ ലെറ്റർ വെച്ചിട്ടായിരിക്കും ഷാങ്കിന്റെ വിഡ്ത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, അതും 25 mm തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇനി അതിനുശേഷം അടുത്ത പറയുന്ന സാധനമായിരിക്കും ടൂളിന്റെ ലെങ്ത്. അതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്, ടൂളിന്റെ ലെങ്ത് എന്നോ അല്ലെങ്കിൽ ഹോൾഡറിന്റെ ലെങ്ത് എന്നോ പറയും. ടൂളിന്റെ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ടൂൾ ഹോൾഡറിന്റെ ലെങ്ത് അല്ലെ, നമ്മുടെ ടൂൾ ഹോൾഡർ ഉണ്ടെങ്കിൽ ആ ഹോൾഡർ പിടിപ്പിച്ചിരിക്കുന്നതിന്റെ ആക്ച്വൽ ലെങ്ത് ആയിരിക്കും നമ്മുടെ ഇരിക്കുന്ന ഈ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. കണ്ടായിരുന്നു, ടൂൾ ഹോൾഡറിന്റെ ലെങ്ത് അല്ലെങ്കിൽ ടൂൾ ലെങ്ത് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞിരിക്കുന്നത് നോക്കി, നമ്മുടെ ഇൻസേർട്ടിന്റെ ഒരു അറ്റം മുതൽ നമ്മളിരിക്കുന്ന ആ ഒരു ഷാങ്കിന്റെ ഇങ്ങേ അറ്റം വരെയുള്ള ഒരു പർട്ടിക്കുലർ ലെങ്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ടൂളിന്റെ എന്തെന്ന് അറിയപ്പെടുന്നത് ലെങ്ത് എന്നോ അല്ലെങ്കിൽ ടൂൾ ഹോൾഡറിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കും കേട്ടോ. ടൂൾ ഹോൾഡറിന്റെ ടോട്ടൽ ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടായിരിക്കും. ഈ ടൂൾ ഹോൾഡറിന്റെ ടോട്ടൽ ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും, നമ്മളതിൽ ഒരിക്കലും നമ്പർ അല്ല, പകരം എന്താ ലെറ്റർ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ M വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് അത് 150 mm ആയിരിക്കും. അതൊന്നും പഠിക്കണ്ട, ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക, ഇതാണ് ടൂളിന്റെ ലെങ്ത്. ഇനി ലാസ്റ്റത്തെ സാധനം അല്ല, ലാസ്റ്റത്തെ സാധനം പറഞ്ഞിരിക്കുന്നത് കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത് അല്ലെ, എത്ര ലെങ്തിലാണ് കട്ടിംഗ് എഡ്ജ് ഉള്ളത് അതാണ് ലാസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ 12 mm ആണ് തന്നിരിക്കുന്നതെങ്കിൽ 12 mm ആയിരിക്കും കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത്. ഇത്രയും ക്ലിയർ ആണോ, ഈ സാധനം ക്ലിയർ ആണോ? പിന്നെ അതിനുശേഷം ലാസ്റ്റത്തെ ഒരു 10ാമത്തെ എന്ത്, അത് മാനുഫാക്ചറിംഗ് സ്പെസിഫിക് ഇൻഫർമേഷൻ ആണ്.
അതായത് ആരാണോ ഇത് ഉണ്ടാക്കിയെടുത്തത് അപ്പൊ അവരുടെ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ എടുത്തത്. ചിലപ്പം ടാറ്റയുടെ പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ടാറ്റയുടെ സിമ്പിൾ കാണിക്കത്തില്ലേ. അപ്പൊ അതേപോലെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് കേട്ടോ. കട്ടിംഗ് എഡ്ജ് ഒന്നും ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കട്ടിങ്ങിന്റെ ആ ടൂൾ ഹോൾഡർ ഉണ്ടാക്കുന്ന ടാറ്റ അല്ല, ഞാൻ എന്നാലും ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ടാറ്റ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ ആ ബ്രാൻഡിന്റെ സിമ്പിൾ കാണിക്കത്തില്ലേ. അപ്പൊ അതേപോലെ ഇതിനകത്ത് ആരാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പൊ അവരുടെ ആ ഒരു സിമ്പിളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് എല്ലാത്തിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില മാനുഫാക്ചേഴ്സ് മാത്രമേ അങ്ങനെ ഒരു സിമ്പിൾ ഇട്ട് റെപ്രസെന്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ അതാണ് അത് എന്തല്ല, അത് മാൻഡേറ്ററി അല്ല, എല്ലാ സ്ഥലത്തും വരണമെന്ന് നിർബന്ധമില്ല. ഇത്രയും ക്ലിയർ ആണോ? ഈ സാധനം ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ 2 എണ്ണം പഠിച്ചു. 2 എണ്ണം നല്ല കൺഫ്യൂഷൻ വരുന്ന സാധനമായിരിക്കും. ആദ്യത്തെ 7 എണ്ണം ആയിരുന്നു, ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് 9 എണ്ണം ആയിരുന്നു. ഈ 9 എണ്ണം എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക, 7 എണ്ണം എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. ഇത് രണ്ടിൽ നിന്ന് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. നമ്മൾ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ബോറിംഗ് ബാർ. അത് ചുമ്മാ നോക്കി വെച്ചേക്കാം. പക്ഷെ ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. ടൂളിന്റെ ഇൻസേർട്ട് ഉണ്ടായിരുന്നു. ഈ ടൂൾ ഇൻസേർട്ട് എവിടെയാ പിടിപ്പിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂളിന്റെ ഹോൾഡറിലായിരുന്നു. ടൂളിന്റെ ഹോൾഡറിന്റെ നോമൻക്ലേച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ ആണോ? ഉണ്ടോ? അല്ല ഞാൻ മാത്രമേ ഉള്ളൂ? പറഞ്ഞേ, ഇത് നോമൻക്ലേച്ചർ പറഞ്ഞേ നോക്കട്ടെ. ഇതിന്റെ ഒന്നാമത്തെ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹോൾഡറുമായിട്ട് ടൂൾ ഹോൾഡറിന്റെ ഫസ്റ്റത്തെ റെപ്രസെന്റേഷൻ അതെ, ക്ലാമ്പിംഗ് മെത്തേഡ്. രണ്ടാമത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻസേർട്ടിന്റെ ഷേപ്പ്. മൂന്നാമത്തത് തേർഡ് റിലീഫ് ആംഗിൾ ആണോ? തേർഡ് ടൂൾ ഹോൾഡറിന്റെ സ്റ്റൈല്. ഇനി നാലാമത്തെ സാധനമായിരിക്കും നമ്മുടെ റിലീഫ് ആംഗിൾ. അഞ്ചാമത്തെ കട്ടിംഗ് എഡ്ജിന്റെ ഡയറക്ഷൻ അല്ലെ, ഡയറക്ഷൻ ഓഫ് കട്ടിംഗ്. അതുപോലെ തന്നെ അടുത്ത് വരുന്ന ഷാങ്കിന്റെ ഹൈറ്റും, ഷാങ്കിന്റെ വിഡ്ത്ത്, പിന്നെ അടുത്ത ശേഷം ടൂളിന്റെ ലെങ്ത്, പിന്നെ കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത്, അവസാനത്തെ മാനുഫാക്ചറിന്റെ സാധനം. അത് ഇഷ്ടമുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്ന സംഭവമാണ്, നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ള ഓപ്ഷൻ. ഇതാണ് നമ്മുടെ ടൂൾ ഹോൾഡറുമായിട്ട് ബന്ധപ്പെട്ട സാധനം. അപ്പം ടൂൾ ഹോൾഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ഒരെണ്ണം കൂടെ പഠിക്കാനുള്ളൂ. അതും കൂടെ നോക്കി കഴിഞ്ഞാൽ പരിപാടി തീരും. നോക്കാം, എന്തായാലും സമയമുണ്ട്, ചുമ്മാ നോക്കാം. രണ്ടും ഒരേ സാധനമാണല്ലോ, ടൂൾ ഹോൾഡറിന്റെ ഒരേ സംഗതി തന്നെയായിരിക്കും നമ്മുടെ ബോറിംഗ് ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് രണ്ടും ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ഇപ്പൊ ബോറിംഗ് ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് ബോറിംഗ് ബാർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ പിടിപ്പിക്കാനുള്ള ഒരു സെറ്റപ്പ് തന്നെയായിരിക്കും ഈ ബോറിംഗ് ബാർ എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കാം. there is a similar ISO designation system for internal tool holder അല്ലെ. നമുക്ക് ആ ഒരു ബോറിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ഓപ്പറേഷൻ ആയിരിക്കും. ഇന്റേണൽ ഓപ്പറേഷനിൽ ഓൾറെഡി നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ഹോളിനെ കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടെ വലുതാക്കാനായിരിക്കും ആക്ച്വലി എന്ത് ബോറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉപയോഗിക്കും. അപ്പം അതുപോലെ കോൺസെൻട്രിക് ആക്കാനൊക്കെ ആയിരിക്കും ബോറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ ഇൻസേർട്ടുകൾ ഉപയോഗിക്കുമ്പോഴേക്കും അത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്ത് വേണം, ഒരു ഹോൾഡർ വേണം അല്ലെ. ആ ഹോൾഡറിനെ ആയിരിക്കും നിങ്ങൾ ആക്ച്വലി എന്താ പറയുന്നത്, ബോറിംഗ് ബാറുകൾ എന്ന് പറയും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടേബിൾ 1 ഫോർ ഷേപ്പ് നോട്ട്, ഇതിനകത്ത് സെയിം സാധനം തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ റെപ്രസെന്റേഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ. S32U അതുപോലെ തന്നെ KCR12 എന്നുള്ള രീതിയിലായിരിക്കും വരും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എടുത്തു നോക്കിയാലും എത്ര എണ്ണം വരും? ആക്ച്വലി 9 എണ്ണം വരും. ഇതിനകത്ത് റെപ്രസെന്റേഷൻ എത്ര എണ്ണം വരും? 9 ലെറ്റർ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റേഷൻ വരിക. നോക്കിയാൽ ഒന്നാമത്തെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സാധനം ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പറയുന്നത്? ഷാങ്കിന്റെ ടൈപ്പ്. ഫസ്റ്റത്തെ റെപ്രസെന്റേഷൻ പറയുന്നത് ഷാങ്ക് ഉണ്ടല്ലോ, ഇതിനകത്ത് ഒരു ടൂളിന്റെ ഷാങ്ക് ഉണ്ടെങ്കിൽ ആ ഷാങ്കിന്റെ ടൈപ്പ്, ഷാങ്ക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ചിലപ്പം സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആയതെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് S വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ നോക്കി, ഒന്നാമത്തെ റെപ്രസെന്റേഷൻ വന്നിട്ട് ഷാങ്കിന്റെ ആണ്, ഷാങ്കിന്റെ ടൈപ്പ് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. S റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റീൽ ഷാങ്ക് ആണ്. A എന്നറിയപ്പെടുന്ന സ്റ്റീൽ ഷാങ്ക് വിത്ത് കൂളന്റ് ഹോളും കൂടെ ഉള്ളതായിരിക്കും A റെപ്രസെന്റ് ചെയ്യുക. B എന്നറിയപ്പെടുന്നത് വിത്ത് ആന്റി വൈബ്രേഷൻ സിസ്റ്റം ആയിരിക്കും. കേട്ട് വെച്ചേക്കുക, ആവശ്യമില്ല, ചുമ്മാ കേട്ട് വെച്ചേക്കുക. ഈ D എന്നറിയപ്പെടുന്ന സ്റ്റീൽ ഷാങ്ക് വിത്ത് കൂളന്റ് ഹോൾ ആന്റി വൈബ്രേഷൻ സിസ്റ്റം, എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതായിരിക്കും D. ഇനി C ആണെങ്കിൽ കാർബൈഡ് ഷാങ്ക് വിത്ത് സ്റ്റീൽ ഹെഡ് അല്ലെ, ഇദ്ദേഹത്തിന്റെ കൂടെ കാർബൈഡ് ഷാങ്കും ഉണ്ട്, ഒരു സ്റ്റീൽ ഹെഡും ഉണ്ട്. ഈ റെപ്രസെന്റ് ചെയ്യുന്നത് C വിത്ത് കൂളന്റ് ഹോൾ അല്ലെ, അതായത് നമ്മുടെ ആ ഒരു അതായത് C എന്ന് പറഞ്ഞ സാധനം ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, കാർബൈഡ് ഷാങ്ക് ആണ്. അപ്പൊ അതിന്റെ കൂടെ ഒരു കൂളന്റ് ഹോളും കൂടെ ഉള്ളതായിരിക്കും E. F എന്നറിയപ്പെടുന്നത് ആന്റി വൈബ്രേഷൻ സിസ്റ്റം. O എന്നറിയപ്പെടുന്നത് രണ്ട് കൂളന്റ് ഹോളും ആന്റി വൈബ്രേഷൻ സിസ്റ്റവും കൂടെ ഉള്ള കാർബൈഡ് ഷാങ്ക് ആയിരിക്കും. H ഹെവി മെറ്റൽ ആണ്. J റെപ്രസെന്റ് ചെയ്യുന്ന ഹെവി മെറ്റൽ വിത്ത്
കൂളന്റ് ഹോൾ. അപ്പൊ അങ്ങനെ 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 കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് അറിയപ്പെടുന്നത് ഫസ്റ്റ് ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് ഷാങ്ക് ഏത് മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഷാങ്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഷാങ്കിന്റെ ടൈപ്പ് എന്താണ്, മെറ്റീരിയൽ എന്നതിനെക്കാട്ടി ഉപരി ഷാങ്ക് എന്ത് ടൈപ്പിലായിരിക്കും. ചിലപ്പം സ്റ്റീൽ മാത്രം വരാം, അതുപോലെ തന്നെ ആന്റി വൈബ്രേഷൻ ഹോൾ വരാം, അതുപോലെ തന്നെ അതിനകത്ത് എന്തും കൂടെ വരാം, കൂളന്റിന്റെ ഹോളോ അല്ലെങ്കിൽ കൂളന്റ് വരുന്ന അല്ലെങ്കിൽ കൂളന്റ് വന്ന് വീഴുന്ന ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷാങ്ക് ആണോ എന്നുള്ള സാധനം അതിനകത്ത് റെപ്രസെന്റ് ചെയ്യും. അതാണ് ഒന്നാമത്തെ ലെറ്റർ. ഒന്നാമത്തെ ലെറ്റർ ക്ലിയർ അല്ലേ? ഇനി നോക്കി, ഇനി നമ്മളിപ്പോ പഠിക്കുന്ന എല്ലാം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന സാധനം ബോറിംഗ് ബാർ ആണ് അല്ലെ. ബോറിംഗ് ബാർ എന്നായിരിക്കും പറയാം. അപ്പൊ ബാർ ആവുന്ന സമയത്ത് അതിന് എന്താ പ്രത്യേകത? ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ആണോ ഡയമീറ്റർ ആണോ ഉള്ളത്? ബാർ ആകുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താ പ്രത്യേകത? ബാർ എന്നൊക്കെ പറയുന്ന സമയം ഡയമീറ്റർ ആയിരിക്കുള്ളൂ. അപ്പം ഇതിന്റെ ഷാങ്കിന്റെ ഡയമീറ്റർ ആണ് രണ്ടാമത്തെ റെപ്രസെന്റേഷൻ. S32 നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ 32 ഇട്ട് റെപ്രസെന്റ് ചെയ്യുന്ന സാധനം ഷാങ്കിന്റെ ഒരു ഡയമീറ്റർ ആയിരിക്കും. 32 mm ആയിരിക്കും ഡയമീറ്റർ എന്ന് ഉദ്ദേശിക്കുക. അതാണ് അടുത്തതിൽ പറയുന്നത്. സെക്കൻഡ് ലെറ്റർ റെപ്രസെന്റിങ് ദ ഷാങ്കിന്റെ ഡയമീറ്റർ. നമുക്ക് ഓരോ ഷാങ്ക് എടുക്കുകയാണെങ്കിൽ ആ ഷാങ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമീറ്റർ. ഇപ്പോൾ 8, 10, 12, 16, 8, 20, 25, 32, 40, 50, 60 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് വരിക. ഇത് ലായിരിക്കും ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഷാങ്കിന്റെ ഡയമീറ്റർ ആണ് രണ്ടാമത്തേതിലെ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇതിനകത്ത് ഇനി മൂന്നാമത്തെ സാധനം വരുന്നത് യു എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും വരുന്നത് അല്ലെ. യു എന്ന് പറഞ്ഞ സാധനം നമ്മൾ കേട്ടിട്ടുള്ള എന്നറിയപ്പെടുന്നത് ടൂളിന് ഒരു ലെങ്ത് ഉണ്ട് അല്ലെ. ടൂളിന് ഒരു ലെങ്ത് ഉണ്ട്. അതായത് നിങ്ങൾ ഇൻസേർട്ട് പിടിപ്പിച്ചു കഴിഞ്ഞു, ഇൻസേർട്ട് മുതൽ ഈ ഷാങ്ക് തീരുന്നിടം വരെയുള്ള അല്ലെങ്കിൽ ബോറിംഗ് ബാറിന്റെ ഷാങ്ക് തീരുന്നിടം വരെയുള്ള ഒരു ലെങ്ത് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഇദ്ദേഹത്തിന്റെ ടൂൾ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ യു വെച്ച് മൂന്നാമത്തെ റെപ്രസെന്റേഷൻ വരുന്നത് ഈ ടൂളിന്റെ ലെങ്ത് ആണ്. അപ്പൊ ടൂളിന്റെ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് യുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്നത് 350 ആണ്. 350 mm കേട്ടോ. അതൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. 350 mm. നേരത്തെ നമ്മൾ ആണ് പഠിച്ചത്, അത് 150 ആയിരുന്നു. കണ്ടായിരുന്നോ? എം ആയിരുന്നു പഠിച്ചത് അല്ലെ. എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് 150 ആയിരുന്നു. അപ്പൊ അതേപോലെ ഇവിടെ യുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പഠിക്കുന്നത് എത്രയാണ്? 350. പേടിക്കണ്ട, ചുമ്മാ അല്ല പഠിക്കണ്ട, ചുമ്മാ കേട്ട് വെച്ചിരുന്നാൽ. ഇപ്പം ഫസ്റ്റത്തെ റെപ്രസെന്റേഷൻ വന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ഷാങ്ക് ആണ്, രണ്ടാമത്തെ റെപ്രസെന്റേഷൻ വരുന്ന ഷാങ്കിനോട് ഡയമീറ്റർ കൊടുക്കും, മൂന്നാമത്തെ റെപ്രസെന്റേഷനിൽ നമ്മൾ തന്നിരിക്കുന്ന സാധനം എന്തായിരിക്കും, നമ്മുടെ ഒരു ടൂൾ ഉണ്ടെങ്കിൽ ആ ടൂളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത്. ഓക്കെ, ഇനി നാലാമത്തെ തൊട്ട് സിമ്പിൾ ആണ്. നാലാമത്തെ തൊട്ട് നമുക്ക് സിമ്പിൾ ആണ്. 3 വരെ നമുക്ക് കുറച്ച് പാടാണെങ്കിലും 4 മുതൽ സിമ്പിൾ ആണ്. 4 നമ്മൾ നേരത്തെ ഒന്നാമത് എന്താ പഠിച്ചത്? നമ്മുടെ ടൂൾ ഹോൾഡറിൽ ഒന്നാമത്തെ സാധനം എന്താ പഠിച്ചത്? ക്ലാമ്പിംഗ് മെത്തേഡ്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഇൻസേർട്ട് ഉണ്ടെങ്കിൽ ഇൻസേർട്ടിനെ നിങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്ന ക്ലാമ്പിംഗ് മെത്തേഡ് ഏതാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ക്ലാമ്പിംഗ് മെത്തേഡ്. അപ്പൊ നമ്മൾ ഓൾറെഡി ക്ലാമ്പിംഗ് മെത്തേഡിൽ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സ്ക്രൂ ചെയ്യണോ, അല്ലെങ്കിൽ പിൻ ലോക്ക് ചെയ്യിപ്പിക്കണോ, അല്ലെങ്കിൽ ബോത്ത് സ്ക്രൂവും ഇതും ചെയ്യിപ്പിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന്, അല്ലെങ്കിൽ അതർ മെത്തേഡ് ആണെങ്കിൽ എക്സിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലത്തെ ഇതായിരിക്കും ഇവിടെ എസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെന്താ ചെയ്യുന്നത്? സ്ക്രൂ ക്ലാമ്പിംഗ് മെത്തേഡ് അല്ലെ. യൂസിങ് റിട്ടേൺഡ് വയ സെൻട്രൽ സ്ക്രൂ ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിനെ ടൈറ്റൻ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പം അതിനെ നിങ്ങൾ ഇൻസേർട്ട് ക്ലാമ്പിംഗ് മെത്തേഡ് എന്നായിരിക്കും ഫോർത്ത് ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി ഇൻസേർട്ട് ക്ലാമ്പിംഗ് മെത്തേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താ പഠിച്ചത്? അടുത്ത അതിന്റെ രണ്ടാമത്തെ സാധനം എന്താ പഠിച്ചത്? അവിടുത്തെ രണ്ടാമത്തെ സാധനം എന്താ പഠിച്ചത്? അതായത് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന ടൂൾ ഇൻസേർട്ടിന്റെ രണ്ടാമത്തെ സാധനം എന്താ പഠിച്ചത്? ആലോചിച്ച് പറഞ്ഞേ. ഇൻസേർട്ടിന്റെ ഷേപ്പ്. ഇപ്പൊ ഇവിടെ അതേ ഷേപ്പ്. ഓക്കെ, ഇവിടെയും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇൻസേർട്ടിന്റെ ഷേപ്പ് എസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതാണെങ്കിൽ സ്ക്വയർ ആയിരിക്കും അല്ലെ. സ്ക്വയർ ആയിരിക്കും വരുന്നത്. ഇനി അതിലെ മൂന്നാമത് എന്താ പറഞ്ഞത്? ഹോൾഡറിന്റെ എന്താ പറയുന്നത്? ഹോൾഡറിന്റെ സ്റ്റൈൽ അല്ലേ, സ്റ്റൈൽ. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഹോൾഡറിന്റെ സ്റ്റൈൽ അല്ല, ഇവിടെ നമ്മൾ ഹോൾഡർ എന്നല്ല പറയുന്നത്, ഇവിടെ ബോറിംഗ് ബാർ എന്നായിരിക്കും പറഞ്ഞത്. അപ്പൊ ബോറിംഗ് ബാറിന്റെ സ്റ്റൈൽ, ബോറിംഗ് ബാർ ബോഡി അല്ലെ, സ്റ്റൈൽ ഓഫ് ദ ബോറിംഗ് ബാർ ബോഡി എന്നായിരിക്കും ഇതിന് ആക്ച്വലി പറയും. അപ്പൊ ഇത് എത്ര ഒന്നാമത്തത്, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ. അപ്പൊ 6th ലെറ്റർ ആയിരിക്കും എന്തിനെ പറയുന്നത്? നമ്മുടെ ബോറിംഗ് ബാറിന്റെ സ്റ്റൈൽ പറയുന്നത്. ബോറിംഗ് ബാറിന്റെ സ്റ്റൈൽ. ഇപ്പൊ ഇവിടെ കെ എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും പറയുന്നതെങ്കിൽ ആ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ട്. കണ്ടല്ലോ, കെക്ക് കറസ്പോണ്ടിങ് ഒരു 75 ഡിഗ്രി ഒക്കെ വരുന്ന രീതിയിൽ ഒരു സ്റ്റൈലും കാര്യം കൊടുത്തിട്ടുണ്ട്. എല്ലിന് കറസ്പോണ്ടിങ് 95 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ല, കേട്ട് വെച്ചിരിക്കുക കേട്ടോ. ഒരു സ്പെസിഫിക് സ്റ്റൈൽ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഈ ടൂളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇൻസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബാർ എങ്ങനെയാണ് ഇരിക്കുക, അല്ലെങ്കിൽ അത് എത്ര ആംഗിളിലൊക്കെ ആയിരിക്കും ചരിച്ചു വെക്കുക, തിരിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഈ സ്റ്റൈലാണ് ഈ ആറാമത്തെ ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം അവിടെ നമ്മൾ എത്രാമത്തേലാണ് പഠിച്ചത്? അവിടെ നമ്മൾ മൂന്നാമത്തേലാണ് പഠിച്ചത് അല്ലെ. നാലാമത്തേൽ അവിടെ എന്താ പഠിച്ചത്? ക്ലിയറൻസ് അല്ലെങ്കിൽ റിലീഫ് ആംഗിൾ ആയിരിക്കും പഠിച്ചത് അല്ലെ. ആണോ? അവിടെ 4 എങ്ങനെയാ പഠിച്ചത്? ക്ലിയറൻസ് അല്ലെങ്കിൽ റിലീഫ് ആംഗിൾ ആണോ പഠിച്ചത്? ഇന്നിപ്പോ നോക്കിയാൽ 3, 4
ക്ലിയറൻസ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഇവിടെ നമ്മൾ ഏഴാമത്തേൽ പറയുന്നത് സെയിം സാധനം അല്ലെ, നമ്മുടെ ക്ലിയറൻസ് അല്ലെങ്കിൽ റിലീഫ് ആംഗിൾ തന്നെയായിരിക്കും. അപ്പൊ നമ്മളിത് കമ്പയർ ചെയ്ത് പഠിച്ചാലേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പൊ ഇത് കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും എളുപ്പം. ഇത് മൂന്നെണ്ണം എന്തായാലും പഠിക്കുക. ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മറ്റേനകത്തുള്ള സെയിം ഓർഡർ തന്നെ. ഇവിടെ ഇതെന്തായിരിക്കും പറയുന്നത്, R എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, റൈറ്റ് ആയിരിക്കും. അപ്പൊ കട്ടിങ്ങിന്റെ ഡയറക്ഷൻ. ഓക്കെ. അതുപോലെ ഈ 12 അവസാനം റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിരുന്നു, നേരത്തെ നമ്മൾ അവസാനം റെപ്രസെന്റ് ചെയ്യുന്ന കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത്, ഇവിടെ അതുപോലെ തന്നെ അവസാനം റെപ്രസെന്റ് ചെയ്യുന്ന കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത്. പരിപാടി തീർന്നു അല്ലെ. ഇനി അതുപോലെ ഇതിനകത്ത് 10ാമത്തെ സാധനം ഉണ്ട്, അത് ഓപ്ഷനിലാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനുഫാക്ചറിന്റെ സിമ്പിൾ, ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക്കേഷൻ ആയിരിക്കും. മാനുഫാക്ചറിങ് ആരാണ് ഉണ്ടാക്കിയെടുത്തതെന്നുള്ള സാധനത്തിന്റെ സ്പെസിഫിക്കേഷൻ ആയിരിക്കും. ഇത്രയും ക്ലിയർ അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഒരു എക്സ്ട്രാ ആയിട്ട് പഠിച്ചതെന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ബോറിംഗ് ബാർ ആയിരുന്നു. ആ ബോറിംഗ് ബാറിന്റെ ഷാങ്ക് ഇങ്ങനത്തെ ടൈപ്പ് ആയിരുന്നു. സ്റ്റീൽ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആണോ, കാർബൈഡ് ആണോ, അങ്ങനെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ആണെന്ന് ഉദ്ദേശിക്കുന്ന സാധനമായിരിക്കും ഷാങ്കിന്റെ ടൈപ്പ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഷാങ്കിന് ഒരു ഡയമീറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും രണ്ടാമത്തെ റെപ്രസെന്റേഷൻ. ഇനി മൂന്നാമത്തെ റെപ്രസെന്റേഷൻ നമ്മൾ ഇവിടെ പറയുന്നത് അറിയപ്പെടുന്ന കൂടെ ഇദ്ദേഹത്തിന് ഒരു കട്ടിംഗ് എഡ്ജിന് അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന രീതിയിൽ ആ ബോറിംഗ് ബാറിന്റെ ഷാങ്ക് മുതൽ അല്ലെങ്കിൽ ടൂളിന്റെ ലെങ്ത് എന്ന് പറയാം അല്ലെ, ടോട്ടലി നമ്മൾ പറയുന്ന സാധനം ടൂളിന്റെ ലെങ്ത് എന്നുള്ള രീതിയിൽ പറയാം. ഇനി ഇവിടുത്തെ നാലാമത്തെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ക്ലാമ്പിങ്ങിന്റെ മെത്തേഡ്. അഞ്ചാമത്തേൽ നമ്മൾ പറയുന്നത് എന്തായിരിക്കും, ക്ലാമ്പിംഗ് മെത്തേഡ് കഴിഞ്ഞാൽ പിന്നെ ഇൻസേർട്ടിന്റെ ഷേപ്പ് ആയിരുന്നു. ഇനി സ്റ്റൈൽ അല്ലേ, സ്റ്റൈല് ഓഫ് നമ്മളതിലിരിക്കുന്ന ബോറിംഗ് ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റൈല്, അതിനുശേഷം ക്ലിയറൻസ് ആംഗിൾ, പിന്നെ അതുപോലെ തന്നെ കട്ടിങ് എഡ്ജിന്റെ ഡയറക്ഷൻ അല്ലെ, കട്ടിങ് എഡ്ജിന്റെ ഡയറക്ഷൻ, ലാസ്റ്റ് പറയുന്നത് എന്തായിരിക്കും ആ ഒരു കട്ടിങ് എഡ്ജിന്റെ ലെങ്ത്. ഇതാണ് നമ്മുടെ 9 ലെറ്ററിന്റെ റെപ്രസെന്റേഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന സാധനം ഇതാണ് ബോറിംഗ് ബാർ. ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും ഈ ബോറിംഗ് ബാർ. അപ്പൊ അതിന്റെ സ്പെസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക. ഈ ബോറിംഗ് ബാറിന്റെ പുറത്ത് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന കവറിലൊക്കെ ആയിരിക്കും ഈ സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടിരിക്കുക. അപ്പൊ നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് സാധനം എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ സ്പെസിഫിക്കേഷൻ നോക്കി മേടിക്കുന്നത്. നമുക്കിപ്പം 1/2 കിലോ വേണ്ട സ്ഥലത്ത് 1/2 കിലോ വേണമല്ലോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനമല്ലേ നമ്മൾ മേടിച്ച് വെക്കത്തുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഈ പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇപ്പം ഇത്രയും വരെയുള്ള ഒരു ഹോൾ അടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഈ റെപ്രസെന്റേഷൻ വെച്ചിട്ട്, അല്ലാതെ ഇത് നമുക്ക് ഓരോന്നായിട്ട് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് പ്രയാസമല്ലേ, മനസ്സിലായില്ലേ. അതിന്റെ കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത് ഒക്കെ നമുക്ക് മെനക്കെട്ടിരുന്നിട്ട് തുറന്നു നോക്കി അളന്നെടുക്കാനൊക്കെ പ്രയാസമല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ സ്പെസിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിനകത്തുള്ള ഒരു സംഭവം നമ്മുടെ ആപ്ലിക്കേഷനിൽ യൂസബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിനകത്തൊരു സ്പെസിഫിക്കേഷൻ ഇടുക കേട്ടോ. ഓക്കെ അല്ലേ, ഇത്രയും ക്ലിയർ അല്ലേ. സ്പെസിഫിക്കേഷൻ ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കി തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. വളരെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. എന്നാലും ഇതൊക്കെ ഞാൻ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് മാത്രമേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രതീക്ഷിക്കുക. ചിലപ്പം മാനുഫാക്ചറിങ് പ്രോസസ്സിലൊക്കെ അല്ലെങ്കിൽ MP-ലൊക്കെ ഇതെടുത്ത ആളെന്ന് വെച്ചോ, PhD എടുത്ത ആളാണെങ്കിൽ അവരുടെ അടുത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോദിക്കും. ഇപ്പൊ നമ്മൾ ഇതൊക്കെ കൊണ്ട് നിർത്തിയോണ്ട് നമുക്ക് വലുതായിട്ട് ചോദിക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ. അപ്പൊ നമ്മുടെ ഇത് തീർന്നു അല്ലേ, നമ്മുടെ CNC-യുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോർഷൻ അത്ര തീർന്നു. വേറെ എന്തെങ്കിലും CNC-യിൽ എന്തെങ്കിലും ഉണ്ടോ ഇനി നമ്മൾ വിട്ടുപോയതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്താ ഇപ്പൊ ഒന്നും ഓർമ്മയില്ല, നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ഇത്രയും ടൂൾ ലൈഫിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. ബാക്കിയെല്ലാം നോക്കിയതാണെന്നല്ലോ. സ്ട്രൈറ്റ് റൗണ്ട് നോസ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് റഫ് ഫേസിങ്, അപ്രോച്ച് ആംഗിൾ, കട്ടിങ്, ട്രെയിലിംഗ്, ഇതെല്ലാം നമ്മൾ പഠിക്കും കേട്ടോ. ഈ സൈഡ് റേക്ക് അതെല്ലാം നമ്മൾ അല്ലാതെ പഠിക്കും. അല്ലാതെ നമ്മൾ അല്ലാതെ പഠിക്കും, മറ്റേതിനകത്ത് പഠിക്കും. നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് റേക്കുകൾ, ടൂൾ ഇൻസേർട്ട്, ഇത് നമ്മളിപ്പം കണ്ടതാണ്. ടൂളിംഗ് സിസ്റ്റം ഒന്നും വേണ്ട കേട്ടോ. പാർട്സ് ഓഫ് ത്രോ അവേ, ഇതാണ് ഈ ഒരു സാധനം. ഇതൊന്നും വേണ്ട, എന്നാലും ചുമ്മാ ഒന്ന് കണ്ടു വെച്ചിരിക്കും. ഇതാണ് ത്രോ അവേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. ഇൻസേർട്ട് നമ്മൾ ഈ ക്ലാമ്പ് ചെയ്തതിനു ശേഷം ഇതിനെടുത്ത് കളയും, എന്നിട്ട് പുതിയ ഇൻസേർട്ടിനെ കൊണ്ടുവരും. ഇതിനാണ് ത്രോ അവേ ടൈപ്പ് എന്ന് പറയുന്നത്. ത്രോ അവേ ടൈപ്പ് ടിപ്പ് ഹോൾഡർ അല്ലേ, അതാണിത്. ആവശ്യമില്ല, എന്നാലും ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക. ക്ലാമ്പ് ഒക്കെ വെച്ചിട്ടായിരിക്കും, ക്ലാമ്പിംഗ് സ്ക്രൂം, ക്ലാമ്പും ഇതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ ചിപ്പ് ബ്രേക്കർ എന്നൊക്കെ പറഞ്ഞ സാധനം കാണും. ഈ ചിപ്പ് ബ്രേക്കർ ഒക്കെ നോക്കി വെച്ചിരിക്കുക. ഈ ചിപ്പ് ബ്രേക്കർ, അതായത് നമ്മളിപ്പം കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പ് ഒക്കെയാണ് നമ്മൾ കട്ട് ചെയ്യണമെന്ന് വെച്ചു, അപ്പൊ അവിടെ എന്തായാലും ചിപ്പ് ബ്രേക്കർ ആവശ്യമാണ്.
അല്ലെങ്കിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിപ്പിനെ കട്ട് ചെയ്യണം. ചിപ്പ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇതിൽ നിന്ന് എക്സസ് ആയിട്ട് കിട്ടുന്ന സാധനമല്ലേ. അതായത് അപ്പം ആ ഒരു സാധനം അത് നമ്മുടെ ബ്രിട്ടിലാണ് മെറ്റീരിയൽ എങ്കിൽ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിപ്പായിരിക്കും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് വലിയ ശല്യമില്ല. അതേസമയം നമുക്ക് കണ്ടിന്യൂസ് ചിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലേ. വർക്ക് പീസിന്റെ പുറത്തൊക്കെ ചിലപ്പം ബിൽട്ടപ്പ് എഡ്ജ് എന്ന് പറഞ്ഞ സാധനം ഫോം ചെയ്യാം. ഇത് വന്നിട്ട് ചിലപ്പം അതിന് പുറത്ത് വന്ന് പതിയോ അത് ഒഴിവാക്കാൻ വേണ്ടി, അതായത് അത് കട്ട് ചെയ്തങ്ങ് കളയാം. അപ്പൊ അത് നമുക്ക് മെനക്കെട്ടിരുന്നിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. നമ്മൾ ഇതും വർക്കും ചെയ്യണം, അതിന്റെ ഇടയ്ക്ക് ഇതിനെയും പിടിച്ച് നമ്മൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസകരമായിട്ടുള്ള സാധനം. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു സാധനത്തിൽ തന്നെ ഓൾറെഡി ഒരു ചിപ്പ് ബ്രേക്കർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ കാര്യം റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം ജോമെട്രിക്കകത്ത് വരുന്ന സാധനമായിരിക്കും. ഈ സാധനങ്ങളെല്ലാം നമ്മൾ കണ്ടത് ജോമെട്രിക്കകത്ത് വരുന്ന സാധനമായിരുന്നു. എന്നാലും ചുമ്മാ കണ്ടു വെച്ചിരിക്കുക. കണ്ട, ഷിം പീസ് എന്നാണ് ഈ സാധനത്തിന് പറയാം. പാക്കിംഗ് പീസ് എന്നോ ഷിം പീസ് എന്നോ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഷിം പീസ് യൂസ് ചെയ്യുന്നത്. ഷിം പീസ് അല്ലേ, ഷിം പീസ് എന്നാണ്. ഇൻസേർട്ട് ഇവിടെ വെക്കുന്നുണ്ട്, അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഷിം പീസ് വെച്ചേക്കും. എന്നിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഷിം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതുപോലെ സ്പ്രിങ്ങിന്റെ പുറത്തായിരിക്കും, ഇതിന്റെ പുറത്തായിരിക്കും. ഇതാണ് ഹോൾഡർ എന്ന് പറഞ്ഞ സാധനം. ഈ ഹോൾഡറിന്റെ പുറത്തായിരിക്കും ഈ ഇൻസേർട്ടിനെ കൊണ്ടുവന്ന് വെക്കുക. ത്രോ എവേ എന്നാണ് പറയുന്നത് അല്ലെ. അത് ത്രോ എവേ എന്ന് പറഞ്ഞാൽ ആരെ മാത്രം കളയും ഇതിനകത്ത്. ഇൻസേർട്ട് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസേർട്ടിനെ കളഞ്ഞിട്ട് പുതിയ ഇൻസേർട്ടിനെ കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് കണ്ടുവെച്ച് കേട്ടോ. ഇതൊന്നും വേണ്ട, ഈ ഡിസ്ക്രൈബിംഗ് ദ ടൂളിംഗ് സെന്റേഴ്സ് ഒന്നും വേണ്ട. പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, ഇത് നമുക്ക് അടുത്തതിൽ നോക്കാം. ഈ സാധനം VT റൈസ് ടു n ഈസ് എ കോൺസ്റ്റന്റ്. അത് മാത്രമേ അതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരാം. എന്താ പറയുന്നത്? എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടിന്യൂസ്, ഡിസ്കണ്ടിന്യൂസ് അതൊക്കെ നമ്മൾ പഠിക്കണം. ആ സാധനങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. കാരണം അതെന്തായാലും നോമൻക്ലേച്ചർ നോക്കാം, എക്സ്ട്രാ നോക്കാം. ഓക്കെ.